എവ്രി വൺ. അപ്പോൾ നമ്മുടെ സീരീസിലെ നെക്സ്റ്റ് വീഡിയോ ആണ് നമ്മുടെ SSC MTS എക്സാമിൻ്റെ ഷിഫ്റ്റ് അനാലിസിസ് ആണ്. അതിൽ ഇന്ന് നമുക്ക് 6 ഫെബ്രുവരിയുടെ ഫസ്റ്റ് ഷിഫ്റ്റിൻ്റെ അനാലിസിസ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഇമ്പോർട്ടൻസ് എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്. നമുക്ക് ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ റിലേറ്റഡ് ഫാക്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും ഫോർ യുവർ അപ്കമിങ് എക്സാംസ്. ഓക്കെ സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, സോ ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, which was the movement restarted by Mahatma Gandhi in 1932? 1932 മഹാത്മാഗാന്ധി റീസ്റ്റാർട്ട് ചെയ്ത മൂവ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റീസ്റ്റാർട്ട് ചെയ്യാണ് ചെയ്തത്. ഇറ്റ് ഈസ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. ഓക്കെ, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ആണ് മഹാത്മാഗാന്ധി 1932 റീസ്റ്റാർട്ട് ചെയ്തത്. അത് ആക്ച്വലി ബിഗാൻ ചെയ്തത് 1930 വിത്ത് സാൾട്ട് മാർച്ച്. അലോങ് വിത്ത് സാൾട്ട് മാർച്ച് ആയിരുന്നു. ആഫ്റ്റർ ഗാന്ധി ഇർവിൻ പാക്ടിന് ശേഷം ഇറ്റ് വാസ് സസ്പെൻഡഡ്. ഓക്കെ, 1930 ഒറിജിനലി സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ബിഗാൻ ചെയ്യുന്നത്. But നമുക്കത് ഗാന്ധി ഇർവിൻ പാക്ടിന് ശേഷം ഇറ്റ് വാസ് സസ്പെൻഡഡ് ആൻഡ് വാസ് അഗെയിൻ റെസ്യൂംഡ് ഓർ റീസ്റ്റാർട്ടഡ് ബൈ മഹാത്മാഗാന്ധി ഇൻ 1932. ഓക്കെ, അപ്പോൾ 1932 മഹാത്മാഗാന്ധി റീസ്റ്റാർട്ട് ചെയ്ത മൂവ്മെന്റ് ഈസ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ ഗ്രേറ്റസ്റ്റ് മയോൺ സ്റ്റോറി. ദ ഗ്രേറ്റസ്റ്റ് മയോൺ സ്റ്റോറി ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? ദ ഗ്രേറ്റസ്റ്റ് മയോൺ സ്റ്റോറി എന്ന് പറയുന്നത് മുഹമ്മദ് അലിയുടെ ഓട്ടോബയോഗ്രഫിയാണ്. ഓക്കെ, ദ ഗ്രേറ്റസ്റ്റ് മയോൺ സ്റ്റോറി എന്ന് പറയുന്നത് മുഹമ്മദ് അലിയുടെ ഓട്ടോബയോഗ്രഫിയാണ്. And it was published in 1975. It was published in 1975. Okay, അപ്പോൾ the greatest മയോൺ സ്റ്റോറി ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? മുഹമ്മദ് അലിയുടെ ഓട്ടോബയോഗ്രഫിയാണ്. And it was published in 1975. ഓക്കെ, കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഓട്ടോബയോഗ്രഫി, ദ എക്സ്പെരിമെന്റ്സ് വിത്ത് മൈ ട്രൂത്ത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ദ എക്സ്പെരിമെന്റ്സ് വിത്ത് മൈ ട്രൂത്ത് ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? മഹാത്മാഗാന്ധിയുടെ ഓട്ടോബയോഗ്രഫിയാണ് ദ എക്സ്പെരിമെന്റ്സ് വിത്ത് മൈ ട്രൂത്ത്. അതുപോലെ തന്നെ ലോങ് വാക്ക് ടു ഫ്രീഡം, നെൽസൺ മണ്ടേലയുടെ ഓട്ടോബയോഗ്രഫിയാണ്. ആൻഡ് ഹെലൻ കെല്ലറിന്റെ ഓട്ടോബയോഗ്രഫിയാണ് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. ഹെലൻ കെല്ലറുടെ ഓട്ടോബയോഗ്രഫിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കിയത് മുഹമ്മദ് അലിയുടെ ഓട്ടോബയോഗ്രഫിയാണ്. ദ ഗ്രേറ്റസ്റ്റ് മയോൺ സ്റ്റോറിയാണ് മുഹമ്മദ് അലിയുടെ ഓട്ടോബയോഗ്രഫി. ദെൻ ദ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത് ആരുടെയാണ്? മഹാത്മാഗാന്ധിയുടെയാണ്. ആൻഡ് ലോങ് വാക്ക് ടു ഫ്രീഡം, നെൽസൺ മണ്ടേല. ആൻഡ് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് ഇസ് ബൈ ഹെലൻ കെല്ലർ. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ട്രാൻസ്പോർട്ട്സ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ലങ്സ് ടു ദ ലെഫ്റ്റ് ആട്രിയം ഓഫ് ദി ഹാർട്ട്? ഓക്കെ, ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള പ്യൂർ ബ്ലഡിനെ ലങ്സിൽ നിന്നിട്ടും ലെഫ്റ്റ് ആട്രിയം ഓഫ് ദ ഹാർട്ടിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഏത് വഴിയാണ്? ഇറ്റ്സ് ത്രൂ പൾമിനറി വെയിൻ. നമുക്കറിയാം, യൂഷ്വലി വെയിൻസിലൂടെ ഇംപ്യൂർ ബ്ലഡ്സും അതുപോലെ ആർട്ടറീസിലൂടെ പ്യൂർ ബ്ലഡുമാണ് പോകുന്നത്. പക്ഷെ പൾമിനറി വെയിൻ, അതായത് സംതിങ് ദാറ്റ്സ് റിലേറ്റഡ് ടു ലങ്സ് ആണ് പൾമിനറി വരുന്നത്. അപ്പോൾ പൾമിനറി വെയിനിലൂടെ പോകുമ്പോൾ പൾമിനറിയിൽ മാത്രം നമുക്കത് രണ്ടും ഉൾട്ടയാവുന്നുണ്ട്. അതായത് പൾമിനറി വെയിനിൽ കൂടി നമ്മൾ ക്യാരി ചെയ്യുന്നത് ഈസ് പ്യൂർ ഓക്സിജനേറ്റഡ് ബ്ലഡ്. ആൻഡ് പൾമിനറി ആർട്ടറിയിലൂടെ നമ്മൾ പോകുന്നത്, അതായത് ഫ്രം ദ റൈറ്റ് ആട്രിയം ഓഫ് ദ ഹാർട്ട് ടു ദി ലങ്സ് ആണ് നമുക്ക് ഇത് പൾമിനറി ആർട്ടറി ക്യാരി ചെയ്യുന്നത്. പൾമിനറി ആർട്ടറിയിൽ കൂടി നമുക്ക് പോകുന്നത് ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡുമാണ്. ഓക്കെ, ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡാണ്. ഓക്കെ, സോ ദ ലാർജസ്റ്റ് വെയിൻ എന്ന് പറയുന്നത് ഏതാണ്? വീനക്കാവയാണ്. വീനക്കാവ ഇസ് ദ ലാർജസ്റ്റ് വെയിൻ ആൻഡ് ദ ലാർജസ്റ്റ് ആർട്ടറി ഇസ് അയോട്ടയാണ് ലാർജസ്റ്റ് ആർട്ടറി വരുന്നത്. ഓക്കെ, ലാർജസ്റ്റ് വെയിൻ വീനക്കാവയാണ് ആൻഡ് ലാർജസ്റ്റ് ആർട്ടറി ഇസ് അയോട്ട. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എക്കണോമിക് സെക്ടർ where raw materials are processed into valuable products. ഓക്കെ, ഏത് സെക്ടറാണ്? നമുക്കറിയാം, നമുക്ക് എക്കണോമിക്കിൽ എത്ര സെക്ടേഴ്സ് വരുന്നത്? നമുക്ക് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി സെക്ടേഴ്സ് വരുന്നുണ്ട്. ഇതിൽ ഏത് സെക്ടറിലാണ് നമ്മൾ റോ മെറ്റീരിയൽസിന്റെ പ്രോസസ്സിങ് നടക്കുന്നത്? റോ മെറ്റീരിയൽസിന്റെ പ്രോസസ്സ് ചെയ്യുന്നത്, ഇൻറ്റു വാല്യുബിൾ പ്രോഡക്ട്സ് നടത്തുന്നത് ഈസ് ഇൻ സെക്കൻഡറി സെക്ടർ. ഓക്കെ, മാനുഫാക്ചറിങ് ആയിട്ട് ഒരു സംഭവത്തിന്റെ പ്രോസസ്സിങ് ഓർ മാനുഫാക്ചറിങ് നടക്കുന്നത് ഏത് സെക്ടറിലാണ്? ഇറ്റ്സ് ഇൻ ദി സെക്കൻഡറി സെക്ടർ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റ് ഇസ് മെൻഷൻഡ് ഇൻ വിച്ച് ആർട്ടിക്കിൾ? ഏത് ആർട്ടിക്കിളാണ് പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ്? ആക്ച്വലി ഫസ്റ്റ് നമ്മൾ പ്രസിഡന്റിന്റെ എല്ലാ ആർട്ടിക്കിൾസ്, പ്രസിഡന്റിന്റെ റിലേറ്റഡ് ആർട്ടിക്കിൾസ് വരുന്നത് ഫ്രം ആർട്ടിക്കിൾ 52 ടു ആർട്ടിക്കിൾ 62 നമുക്ക് പ്രസിഡന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് വരുന്നത്. അത് പാർട്ട് 5 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് വരുന്നത്. ഓക്കെ, പാർട്ട് 5 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് വരുന്നത്. ഫ്രം ആർട്ടിക്കിൾ 52 ടു ആർട്ടിക്കിൾ 62 ആണ് വരുന്നത്. അപ്പോൾ ഇംപീച്ച്മെന്റിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്യുന്നത് ആർട്ടിക്കിൾ 61. ഓക്കെ, ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റിനെ പറ്റി മെൻഷൻ ചെയ്യുന്നത് ആർട്ടിക്കിൾ 61. ഓക്കെ, സോ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് നോക്കാം. പ്രസിഡന്റായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് തന്നെ ഈ റിലേറ്റഡ് ഫാക്ട്സിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 52 ആണ്.
അപ്പം ആർട്ടിക്കിൾ 52 പറയുന്നത് എന്താണ്, നമ്മുടെ ഫസ്റ്റ് ആർട്ടിക്കിൾ പ്രസിഡന്റായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തന്നെയാണ്. അതിലാണ് നമുക്ക് there shall be a president എന്നൊക്കെ പറയുന്ന അതിലാണ്. അതിൽ തന്നെയാണ് പറയുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇസ് എ സുപ്രീം കമാൻഡർ ഓഫ് ആംഡ് ഫോഴ്സസ്. ഈ 3 ആംഡ് ഫോഴ്സസിന്റെയും എന്താ പറയുക സുപ്രീം കമാൻഡർ എന്ന് പറയുന്ന ആരാണ്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, ദ സുപ്രീം കമാൻഡർ ഓഫ് 3 ആംഡ് ഫോഴ്സസും ആരാണ്, ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. അത് മെൻഷൻ ചെയ്തിരിക്കുന്നതാണ് ആർട്ടിക്കിൾ 52 ആർട്ടിക്കിൾ 52. Okay, then comes to Article 54. It deals with the election of the president. Okay, Article 54 I think Article 55 election ആണ്. 55 it's like methods of elections ആണ്. And Article 54 Article 55 വരുന്നത് actually election methodsഉം electionന്റെ കാര്യങ്ങളും ആണ്. Election of the president. Then Article 56 വരുമ്പോഴത്തേക്കും the term or tenure of the president ആണ് പറയുന്നത്. Tenure, okay, പ്രസിഡന്റിന്റെ കാലാവധിയാണ് ആർട്ടിക്കിൾ 56 പറയുന്നത്. പ്രസിഡന്റ് നമുക്കറിയാം, പ്രസിഡന്റ് ഓഫീസിന്റെ ടേം ഓഫ് ടെന്യൂർ എന്ന് പറയുന്നത് 5 years ആണ്. ആൻഡ് ഇറ്റ് അലോസ് പ്രസിഡന്റ് ടു സബ്മിറ്റ് എ റെസിഗ്നേഷൻ ടു, ഓക്കെ, പ്രസിഡന്റ് ആർക്കാണ് റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്, അതൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രസിഡന്റ് റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് വൈസ് പ്രസിഡന്റിനാണ്. ഓക്കെ, പ്രസിഡന്റ് റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് വൈസ് പ്രസിഡന്റിനാണ്. ഓക്കെ, അപ്പോൾ ഈ റെസിഗ്നേഷൻ റിലേറ്റഡും അതുപോലെ തന്നെ ടെന്യൂർ റിലേറ്റഡ് ഫാക്ട്സും എല്ലാം വരുന്നത് ആർട്ടിക്കിൾ 56 പ്രസിഡന്റ്. ഓക്കെ, ആർട്ടിക്കിൾ 56 അത് വരുന്നത്. ദെൻ കംസ് ടു ആർട്ടിക്കിൾ 60. ആർട്ടിക്കിൾ 60 ഓത്ത് ഓഫ് ദ പ്രസിഡന്റ്. നമ്മൾ ഓത്ത് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്, ഓത്ത് പറഞ്ഞു കൊടുക്കുന്നത് ഇസ് ബൈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഓക്കെ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിന് ഓത്ത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം പ്രസിഡന്റ് റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് വൈസ് പ്രസിഡന്റിലാണ്. അതുപോലെ ഓത്ത് പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ് പ്രസിഡന്റ്. ഓക്കെ, അപ്പോൾ ഇറ്റ് കംസ് അണ്ടർ ആർട്ടിക്കിൾ 60. ആർട്ടിക്കിൾ 60. അപ്പോൾ ആർട്ടിക്കിൾ 61 അതാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ആർട്ടിക്കിൾ 61 ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റ്. ഇംപീച്ച്മെന്റ് ഓഫ് ദ പ്രസിഡന്റ് വരുന്നതാണ് ആർട്ടിക്കിൾ 51. ആൻഡ് ആർട്ടിക്കിൾ 60 ഓത്ത് ഓഫ് ദ പ്രസിഡന്റ് ആണ് വരുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെൻ ഡിഡ് ദ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ മെർജ്ഡ് വിത്ത് SBI. ഓക്കെ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ SBI ആയിട്ട് മെർജ് ചെയ്തത് എപ്പോഴാണ്, ഏത് ഇയറിലാണ്? ഇറ്റ് വാസ് ഇൻ 2017. ഓക്കെ, 2017 2017 നോട്ട് ഓൺലി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, അതർ 5 ബാങ്ക്സ് ഓൾസോ, അതർ അസോസിയേറ്റഡ് ആയിട്ടുള്ള 5 ബാങ്ക്സും SBI ആയിട്ട് മെർജ് ചെയ്തിട്ടുണ്ട്. നമ്മളിതിൽ പറയുന്നുണ്ട്. യെസ്, ഓക്കെ. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മെർജ്ഡ് വിത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ മെർജ്ഡ് വിത്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻ 2017 നടന്ന ദിവസം 1st April 2017. ഈ 1st April 2017 തന്നെ വേറെ കുറച്ച് ബാങ്ക്സും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് മെർജ് ചെയ്തു. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനർ ആൻഡ് ജയ്പൂർ. ഓക്കെ, ബിക്കാനർ ആൻഡ് ജയ്പൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനർ ആൻഡ് ജയ്പൂർ. അതുപോലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, SBT നമുക്കറിയാം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ. ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാട്ടിയാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ് ആൻഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ. ഈ 5 എണ്ണമാണ് 1st April 2017 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് മെർജ് ചെയ്യുന്നത്. ഓക്കെ, ഏത് 5 ബാങ്കുകളാണ് 1st April 2017 ഏത് 5 ബാങ്കുകളാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായിട്ട് മെർജ് ചെയ്യുന്നത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനർ ആൻഡ് ജയ്പൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാട്ടിയാല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ് ആൻഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ വിച്ച് ഓഷ്യൻ ഇസ് ലക്ഷദ്വീപ് ലൊക്കേറ്റഡ്? ഓക്കെ, ലക്ഷദ്വീപ് നമുക്കറിയാം ഏറ്റവും സ്മോളസ്റ്റ് യൂണിയൻ ടെറിട്ടറി ഏതാണ്? ഇറ്റ്സ് ലക്ഷദ്വീപ് ആണ് ഏറ്റവും സ്മോളസ്റ്റ് യൂണിയൻ ടെറിട്ടറി ആൻഡ് ഇറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ ദി അറേബ്യൻ സീ. ഓക്കെ, അപ്പോൾ ലക്ഷദ്വീപ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി അറേബ്യൻ സീ. ഓക്കെ, സോ ആൻഡ് ക്യാപിറ്റൽ ഓഫ് ലക്ഷദ്വീപ് എവിടെയാണ്? കവരാത്തിയാണ് ദ ക്യാപിറ്റൽ ഓഫ് ലക്ഷദ്വീപ്. കവരത്തിയാണ് ദ ക്യാപിറ്റൽ ഓഫ് ലക്ഷദ്വീപ്. ഓക്കെ, അപ്പോൾ ലക്ഷദ്വീപ് അറേബ്യൻ സീയിലാണ്, കവരത്തിയാണ് അതിൻ്റെ ക്യാപിറ്റൽ ആൻഡ് ദ സ്മോളസ്റ്റ് യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് ഏതാണ്? ലക്ഷദ്വീപാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുംഭമേള ഇൻ ഉത്തരാഖണ്ഡ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പഠിച്ചു 4 സ്ഥലങ്ങളിലാണ് നമുക്ക് കുംഭമേള നടക്കുന്നത്. അതിൽ ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിൽ എവിടെയാണ് എവിടെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് കുംഭമേള? ഉത്തരാഖണ്ഡിൽ നടക്കുന്നത് ഈസ് ഇൻ ഹരിദ്വാർ. ഓക്കെ, ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിലാണ് കുംഭമേള നടക്കുന്നത്. അതുപോലെ അടുത്തത് നമുക്ക് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലാണ് നമുക്ക് ഇപ്പോൾ 2025 നമുക്ക് നടന്നത്. ഇപ്പോൾ കുംഭമേള ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലാണ് നടക്കുന്നത്, ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിലാണ് നടക്കുന്നത്, മധ്യപ്രദേശിലെ ഉജ്ജയിനിലാണ് നടക്കുന്നത് ആൻഡ് മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് നടക്കുന്നത്. ഓക്കെ, മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് നടക്കുന്നത്. അപ്പോൾ ഈ 4 സ്പോട്ടുകളിലാണ് നമുക്ക് കുംഭമേള ഓർഗനൈസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ, സെക്കൻഡ് ഈസ് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ, ദെൻ മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ ആൻഡ് മഹാരാഷ്ട്രയിലെ നാസിക്കിൽ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ അല്ലേ കുംഭമേളയുടെ കാര്യം? ഓക്കെ,
So the next question എന്ന് പറയുമ്പോൾ on what basis did Mendeleev arrange the elements in periodic table? Okay, Mendeleev's periodic table എന്തിന്റെ ബേസിസിലാണ് എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തത്? ഓക്കെ, ഇത് നമുക്ക് ആക്ച്വലി കൺഫ്യൂസിങ് അല്ല, പലർക്കും കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. അതായത് മെൻഡലീവ്സിന്റെ പീരിയോഡിക് ടേബിൾ ആണ് ഈ ക്വസ്റ്റ്യൻ. മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ നമുക്ക് അറ്റോമിക് മാസ്, ഇൻക്രീസിങ് അറ്റോമിക് മാസിന്റെ ബേസിലും അതുപോലെ കെമിക്കൽ പ്രോപ്പർട്ടീസിന്റെ ബേസിലുമാണ് മെൻഡലീവ്സിന്റെ പീരിയോഡിക് ടേബിളിൽ നമുക്ക് എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്തിന്റെ ബേസിസിലാണ്? ഇൻക്രീസിങ് അറ്റോമിക് മാസ് ആണ്. അതേസമയം നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ എന്തിന്റെ ബേസിലാണ്? അറ്റോമിക് നമ്പറിന്റെ ബേസിലാണ്. ഓക്കെ, അപ്പൊ മോഡേൺ പീരിയോഡിക് ടേബിളിൽ അറ്റോമിക് നമ്പറിന്റെ ബേസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മെൻഡലീവ്സ് പീരിയോഡിക് ടേബിളിൽ അറ്റോമിക് മാസിന്റെ ബേസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് ക്ലിയർ അല്ലേ? അതായത് മോഡേൺ പീരിയോഡിക് ടേബിളിൽ അറ്റോമിക് നമ്പറും മെൻഡലീവ്സ് പീരിയോഡിക് ടേബിളിൽ ഏതാണ്? അറ്റോമിക് മാസും. Okay, so the next question is, in which year was ONGC established? In which year was ONGC? ONGC യുടെ full form എന്താണ്? Oil and Natural Gas Corporation. Okay, ONGC എന്താണ്? Oil and Natural Gas Corporation ആണ്. അത് ഏത് ഇയറിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? It was established in 1956. ONGC, Oil and Natural Gas Corporation, was established in 1956. Okay, so the next question is Planning Commission. Okay, Planning Commission was established. നമുക്കറിയാം Planning Commission 1950-ലാണ്. ഡേറ്റ് എന്ന് പറയുന്നത് March 15th of 1950. March 15th of 1950-ക്കാണ് പ്ലാനിംഗ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇറ്റ്സ് എ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. ഓക്കെ, ഇറ്റ്സ് എ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഇത്. പ്ലാനിംഗ് കമ്മീഷൻ ഇറ്റ്സ് എൻ അഡ്വൈസറി ബോഡി. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല, ഇറ്റ്സ് എൻ അഡ്വൈസറി ബോഡി. ഓക്കെ, അപ്പോൾ March 15th 1950-ക്കാണ് പ്ലാനിംഗ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇറ്റ്സ് എ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആൻഡ് ഇറ്റ്സ് ചെയർഡ് ബൈ ആരാണ്? പ്രൈം മിനിസ്റ്റർ. ഏതാണ്? പ്ലാനിംഗ് കമ്മീഷൻ ഈസ് ചെയർഡ് ബൈ പ്രൈം മിനിസ്റ്റർ ആണ്. ഓക്കെ, പ്ലാനിംഗ് കമ്മീഷൻ ഈസ് ചെയർഡ് ബൈ പ്രൈം മിനിസ്റ്റർ. And in 2014, this planning commission was replaced by Niti Aayog. Okay, 2014-ലാണ് ആക്ച്വലി. ഐ തിങ്ക് എക്സാക്ട് ഡേറ്റ് ഇസ് 1st January 2015-ലാണ് ഇത് ഇംപ്ലിമെന്റ് ആവുന്നത്. 2014 നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ട്, ബട്ട് ഇംപ്ലിമെന്റ് ആവുന്നത് ഇറ്റ്സ് ഓൺ 1st January 2015. ഓക്കെ, അപ്പോൾ ഇറ്റ് വാസ് റീപ്ലേസ്ഡ് ബൈ നീതി ആയോഗ് ആഫ്റ്റർ 12th 5-year പ്ലാൻ ശേഷമാണ്. 12th 5-year പ്ലാനിന് ശേഷം ഇൻ 2014. ഓക്കെ, 2014 or 1st January 2015-ആണ് നീതി ആയോഗ് ഏതിനെയാണ്? പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്യുന്നത്. ആൻഡ് വാട്ട്സ് ദ ഫുൾ ഫോം ഓഫ് നീതി ആയോഗ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. ഓക്കെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആണ് നീതി ആയോഗ്. ഇറ്റ്സ് ചെയർഡ് ബൈ പ്രൈം മിനിസ്റ്റർ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ടേം ക്രിക്കറ്റിൽ പോപ്പിംഗ് ക്രീസിനാണ്. ഓക്കെ, ഏതിനെ ഡിനോട്ട് ചെയ്യുന്നത്? ക്രിക്കറ്റിൽ ദ ടേം പോപ്പിംഗ് ഈസ് യൂസ് ടു ഡിനോട്ട് ഏതിനെയാണ്? ക്രീസ് ആണ്. ഓക്കെ, ക്രീസിനെയാണ് നമ്മൾ പോപ്പിംഗ് ക്രീസ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് 15 അനാലിസിസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ. സെലിബ്രേറ്റഡ് ഇൻ ദിസ് സ്റ്റേറ്റ്. ഓക്കെ, മഹാമത്സ്യാഭിഷേകം ഏത് സ്റ്റേറ്റിലാണ്? കർണാടകയിലാണ്. ഓക്കെ, കർണാടകയിലാണ് മഹാമത്സ്യാഭിഷേക ഫെസ്റ്റിവൽ ഇസ് സെലിബ്രേറ്റഡ് ഇൻ കർണാടക. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ മെനി ഓർബിറ്റ്സ് ഓഫ് എർത്ത് ഡസ് ദ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ വീഡിയോസ് ഇന്നലെയും ഉണ്ടായിരുന്നു. ഐ മീൻ ലൈക്ക് ക്വസ്റ്റ്യൻസ് ഇന്നലെയും മെനിഞ്ഞാന്നത്തെയും ഇന്നലത്തെ ഏതൊക്കെയോ 2 ഷിഫ്റ്റ്സിലൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. അപ്പോൾ അതൊന്നുകൂടി നല്ലോണം നോക്കിയിട്ട് പോകണം. ഓക്കെ, സോ ഹൗ മെനി ഓർബിറ്റ്സ് ഓഫ് എർത്ത് ഡസ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ കംപ്ലീറ്റ് ഇൻ 24 hours? ഓക്കെ, 24 hours ഹൗ മെനി ഓർബിറ്റ്സ് ഓഫ് എർത്ത് ഡസ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ കംപ്ലീറ്റ് എന്ന് വെച്ചാൽ 16 ഓർബിറ്റ്സ്. ഓക്കെ, 16 ഓർബിറ്റ്സ് ആണ് 24 hours ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, എത്രയാണ്? 16 ഓർബിറ്റ്സ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വിച്ച് മുഗൾ എംപറർ ബിൽഡ് ഷാലിമാർ ബാഗ്? ഷാലിമാർ ബാഗ് ബിൽഡ് ചെയ്തത് ഏത് മുഗൾ എംപറാണ്? ഷാജഹാൻ ആണ്. ഓക്കെ, ഇറ്റ്സ് ഷാജഹാൻ. ഏത് മുഗൾ എംപററാണ് ഷാലിമാർ ബാഗ് ബിൽഡ് ചെയ്തത്? ഇറ്റ്സ് ഷാജഹാൻ. ആൻഡ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ലാഹോർ. ലാഹോറിലെ ഷാലിമാർ ബാഗ് ആണ്. ഷാലിമാർ ബാഗ് ഇൻ ലാഹോർ ആണ്. ഇറ്റ്സ് built by Shahjahan and it was recognized as a UNESCO World Heritage Site in 1981. Okay, but 1981 ലാഹോറിലെ ഷാലിമാർ ബാഗ് which was built by Shahjahan was recognized as a UNESCO World Heritage Site. എപ്പോഴാണ്? in 1981. Okay, 1981-ലാണ് ഷാലിമാർ ബാഗ് ഒരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ലാഹോർ വിച്ച് ഈസ് ബിൽഡ് ബൈ ഷാജഹാൻ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വെയിറ്റ് ഓഫ് ദ ന്യൂ 20 rupee കോയിൻ ഇഷ്യൂഡ് ഇൻ 2019. ഓക്കെ, അപ്പം 20 rupees കോയിൻ, 20 rupeeയുടെ കോയിൻ ഇഷ്യൂ ചെയ്ത് ഏത് ഇയറിലാണ്? അപ്പോൾ 2019-ലാണ് 2019-ലാണ് 20 rupee കോയിൻ
ഇഷ്യൂ ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ വെയിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ്സ് വെയിറ്റ് ഈസ് 8.54 grams. 8.54 grams ആണ്. 8.54 grams ആണ് വെയിറ്റ് ഓഫ് ദ ന്യൂ 20 rupee കോയിൻ ഇഷ്യൂഡ് ഇൻ 2019. ഓക്കെ, 2019 നമ്മുടെ 20 rupee കോയിൻ ഇഷ്യൂ ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഈസ് 8.54 grams. 8.54 grams.